അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. തവക്കുലുമായി ബന്ധപ്പെട്ട് ഇനിയും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോ കൊണ്ട് ആ ഒരു സംശയം ക്ലിയർ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. കുറച്ചുകൂടി ലഘുവായിട്ടാണ് ഈ വീഡിയോയിലൂടെ കാര്യങ്ങൾ പറയുന്നത്. അതായത് നമ്മൾ തവക്കുലിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു. അതിൽപ്പെട്ട ഒന്നാണ് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ശരീരത്തിനും ആത്മാവിനും ഇങ്ങനെ രണ്ട് രീതിയിൽ ഹുക്കുമുകളുണ്ട്. ശരീരത്തിൻ്റെ ഹുക്കുമാണ് ബാഹ്യമായിട്ടുള്ള നിയമങ്ങൾ, ആത്മാവിൻ്റെ ഹുക്കുമുകൾ ആന്തരികമായിട്ടുള്ള നിയമങ്ങൾ. ഇങ്ങനെ ആന്തരികം ബാഹ്യം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇതിനെ എല്ലാം ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ആന്തരികമായ നിയമം ഒന്ന് വേറെ, ബാഹ്യമായ നിയമം ഒന്ന് വേറെ, ഇങ്ങനെ രണ്ട് തരത്തിൽ നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ സബർ, തഖ്വ, തവക്കുൽ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ പലതുമുണ്ട്. അതൊക്കെ ആന്തരികമായി നിർബന്ധമായിട്ടുള്ള കാര്യം. അതേപോലെ ആന്തരികമായി നിരോധിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. സുന്നത്തും ഫർളും ഹറാമും കറാഹത്തും ബാഹ്യമായിട്ടുള്ളതുപോലെ ആന്തരികമായിട്ടുണ്ട്. അതിൽ നിരോധിക്കപ്പെട്ടതാണ് എന്ത്? കിബ്ർ, ഹസദ്, ഉജുബ്, റിയ അങ്ങനെയെല്ലാം തുടങ്ങുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിനെപ്പറ്റിയൊക്കെ ഇൻഷാ അല്ലാ ഓരോരോ കാര്യങ്ങളും എടുത്ത് നമ്മൾ സംസാരിക്കും. ആ സമയത്തൊക്കെ ഈ തവക്കുൽ എന്ന് പറയുന്ന വിഷയം ഇതിലേക്കൊക്കെ പലപ്പോഴും കടന്നു വരും. അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇതിനെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് ഈ വീഡിയോകളൊക്കെ കൃത്യമായി കാണുമ്പോഴാണ് പിന്നീട് പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തത ഉണ്ടാവുക. അപ്പോൾ തവക്കുലിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ രണ്ട് നിയമങ്ങളിൽ ആത്മാവിനെ സംബന്ധിക്കുന്ന നിയമങ്ങളാണ് തവക്കുൽ. അതേപോലെ ഖുശൂ, ഖുളൂ എന്നെല്ലാം പറയുന്ന ഇഖ്ലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആത്മാവിൻ്റെ നിയമങ്ങളാണ്. ശരീരത്തിന് നിയമം ബാധകമാകുന്നത് പോലെ എപ്പോഴാണോ ശരീരത്തിന് നിയമം ബാധകമാകുക അതേപോലെ ആത്മാവിനും നിയമം ബാധകമാകുന്ന ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ ശരീരം വളർന്നുകൊണ്ട് വരുന്ന വിഷയം പറഞ്ഞു, ആത്മാവ് വളരുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ശരീരം വളർന്നുകൊണ്ട് വന്ന് അതിന് വകതിരിവ് എത്തണം, പിന്നെ അതിന് പ്രായപൂർത്തിയാവണം. അങ്ങനെ പ്രായപൂർത്തി എത്തിക്കഴിയുമ്പോഴാണല്ലോ അതിന് തക്ലീഫ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് പോലെ ആത്മാവിന് തക്ലീഫ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ആത്മാവ് വളർന്നു വന്ന് അതിന് പ്രായപൂർത്തി എത്താനുണ്ട്. അതിന് പ്രായപൂർത്തിയാകുമ്പോഴാണ് അതിനോട് തക്ലീഫ് ഉണ്ടാവുക. അപ്പോൾ അതുവരെ തക്ലീഫില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ പറയുന്ന 5 കാര്യങ്ങളുണ്ടല്ലോ. ഈ ഇസ്ലാം കാര്യത്തിലുള്ള 5ഉം പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്, കേവലം വാക്കോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലാതെ എല്ലാം പ്രവർത്തിക്കേണ്ട അനുഷ്ഠാന കർമ്മങ്ങളാണ് ഇസ്ലാം കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്ലാം കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേത് എന്താ? ഷഹാദത്ത് കലിമ. 2 ഷഹാദത്ത് കൽബിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുക എന്നുള്ളത് നമ്മൾ ലളിതമായിട്ട് പറയും. എന്നാലും അത് സത്യത്തിൽ പറയുക എന്നുള്ളതല്ല, അതും അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിസ്കാരത്തിനും നോമ്പിനും ഹജ്ജിനും സകാത്തിനും ഇതിനൊക്കെ ഷർത്തും ഫർദും ഉള്ളതുപോലെ തന്നെ ഈ പറയുന്ന ഷഹാദത്ത് കലിമക്കും ഷർത്തും ഫർദും ഒക്കെ ഉണ്ട്. പക്ഷെ അത് കൂടുതൽ ആളുകൾക്കും അതറിയില്ല. ഷഹാദത്ത് കലിമയ്ക്ക് ഷർത്തും ഫർദും അതെന്താ അത് എന്ന് പലരും ആലോചിക്കും. എന്നാൽ ചിലരാണെങ്കിലോ ഈ ഷർത്തും ഫർദും എടുത്തിട്ട് സാധാരണക്കാരായ ആൾക്കാരെ വസ്വാസാക്കാൻ വേണ്ടി നിന്റെ ഷഹാദത്ത് ശരിയായിട്ടുണ്ടോ, നിനക്ക് ഷർത്തും ഫർദും അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിക്കും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കാനുള്ള സാധനമല്ല അത്. അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. ഷഹാദത്ത് കലിമയ്ക്ക് ഷർത്തും ഫർളും അതിൻ്റെ ഹഖീഖത്ത് ഉൾപ്പെടെ ഇത് വെളിവാകുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടത് ശരീരമല്ല, ആത്മാവാണ്. ശരീരം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു ടൂളാണ്. അപ്പോൾ ആ ശരീരമാകുന്ന ടൂളിൽ ആത്മാവിലുള്ളതിൻ്റെ കോപ്പി മാത്രം, അതായത് ആത്മാവിലുള്ളതായിരിക്കും ഹഖീഖത്ത്, യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൻ്റെ പതിപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിസാൽ, ആ മിസാലാണ് ബാഹ്യലോകത്തുണ്ടാവുക. ബാഹ്യലോകം എത്ര വിശാലമാണല്ലേ, എത്രമാത്രം ഗാലക്സികളും അതും ഇതും എല്ലാം ഈ ലോകത്തുണ്ട്. എന്നാൽ ഇതെല്ലാം ഉൾപ്പെടുന്ന ഈ കാണുന്ന പ്രവിശാലമായ ലോകം ലാഹിറാണ്, പ്രത്യക്ഷമാണ്. പ്രത്യക്ഷ ലോകത്തെക്കാളും വിശാലതയേറിയതാണ് ഇത് ആന്തരിക ലോകം. പ്രത്യക്ഷ ലോകത്തെ മുഴുവനും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് ആത്മീയമായ ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൊഹീദ്ദീൻ ഷെയ്ഖൊക്കെ പറഞ്ഞത് ഭൂമിയെ ഒരുണ്ട പോലും കയ്യിലെന്നവർ. ഏത് ഈ ആത്മീയ ലോകത്തിൽ ഉള്ള വളർച്ചയാണ് ഭൂമിയെ അത്രയും നിസാരമാക്കി മാറ്റിയത്. മനസ്സിലായ? അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. അതിപ്പോൾ നമ്മുടെ വിഷയവുമല്ല. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ പറയുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാം. അപ്പോൾ ആ കാര്യത്തിലുള്ള സംശയങ്ങൾ പരമാവധി നീങ്ങുകയും ചെയ്യും. അപ്പോൾ തവക്കുലിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ആന്തരികമായി നൽകപ്പെടുന്ന നിയമനിർദ്ദേശങ്ങളിൽപ്പെട്ട തവക്കുൽ പ്രാവർത്തികമാക്കപ്പെടുന്നത് പല ഘട്ടങ്ങളിലാണ്. ആ രൂപത്തിൽ ഇപ്പോൾ നമുക്ക് റിസാലത്തുൽ ഖുശൈരിയയിൽ ബഹുമാനപ്പെട്ട അബു അലിയു ദഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് ഉദ്ധരിക്കുന്ന തവക്കുലിനെ കുറിച്ചിട്ടുള്ള ഒരു ലഘു വിശദീകരണം അവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ മഹാനവറുകൾ പറയുന്നത് അത്തവക്കുലു സലാസു ദർജാത്ത്, തവക്കുലിന് 3 ദർജകളുണ്ട്. ഒന്നാമത്തേതാണ് തവക്കുൽ. അത്തവക്കുലു സുമ്മ തസ്ലീം സുമ്മ തഫ്വീദ്, ഇങ്ങനെ 3 ദർജകൾ തവക്കുലിനുണ്ട്. അത്തവക്കുലു ബിദായത്തുൻ, തവക്കുല് എന്ന് പറയുന്നത് തുടക്കമാണ്. തസ്ലീമു വാസിതത്തുൻ, തസ്ലീം എന്ന് പറയുന്നത് മധ്യഭാഗമാണ്, നടുഭാഗമാണ്. തഫ്വീദു നിഹായത്തുൻ, തഫ്വീദ് എന്ന് പറയുന്നത് അറ്റമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന തവക്കുൽ എന്ന് പറയുന്നത് പ്രാരംഭഘട്ടമാണ്. എവിടെ? ആത്മാവിൻ്റെ വളർച്ചയുടെ പ്രാരംഭഘട്ടങ്ങളിൽ. ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള
വിധികളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ആത്മാവിൻ്റെ വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിലാണ് എന്ത് തവക്കുൽ എന്ന് പറയുക. അതിൽ നിന്ന് മുകളിലേക്ക് വളരുമ്പോൾ തസ്ലീം എന്ന് പറയും, അവിടെ നിന്ന് മുകളിലേക്ക് വളരുമ്പോൾ തഫ്വീദ് എന്ന് പറയും. ബാഹ്യമായ നിയമങ്ങൾ നമുക്ക് എപ്പോഴാണ് തക്ലീഫ് ഉണ്ടാവുന്നത്? അത് നമ്മൾ വളർന്നിട്ട് പ്രായപൂർത്തി ഒക്കെ എത്തുമ്പോഴാണല്ലോ അതിന് തക്ലീഫ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ പ്രായപൂർത്തിയിലേക്ക് എത്തുമ്പോഴാണ് മറ്റുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാകുന്നതെങ്കിലും അതിൻ്റെ മുമ്പ് നമ്മളോട് 10 വയസ്സ് 7 വയസ്സുണ്ടാകുമ്പോൾ കുട്ടികളോട് എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ പറയണം. 10 വയസ്സെത്തുമ്പോൾ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ പറയുന്നതിൻ്റെയൊക്കെ ഒറിജിനൽ ഉള്ളത് ആത്മാവിൽ തന്നെയാണ്. ആത്മാവിൻ്റെതായിട്ടുള്ള നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യക്ഷ ലോകത്ത് കാണുന്നത് എന്തൊക്കെയാണോ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എവിടെ ഉണ്ട്? ആത്മാവിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ പറയുന്ന തവക്കുലിൻ്റെ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്ന തവക്കുൽ മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ്. സത്യത്തിൽ വിശേഷണം എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ തന്നെ അവിടെ പറയുന്നുണ്ട്, അത്തവക്കുലു സിഫത്തുൽ മുഅ്മിനീൻ. തവക്കുൽ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ സിഫത്താണെന്നാണ് മഹാനവറുകൾ അവിടെ പറഞ്ഞു വെക്കുന്നത്. സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷണമാണ്. വിശേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ സ്വഭാവം. അതായത് ഇപ്പോൾ 10 മണിവരെ കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം ഒരാൾക്ക് ഉണ്ടെന്ന് കരുതിക്കോ. 10 മണിവരെ കിടന്നുറങ്ങുക എന്നുള്ളത് അയാളെ സംബന്ധിച്ച് പ്രയാസകരമായി അയാൾ റിസ്ക് എടുത്ത് പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല. അങ്ങനെ ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി അയാൾ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ ഉള്ളതാണ്. അയാൾ പരിശ്രമിക്കേണ്ട എന്തിനു വേണ്ടിയിട്ടാണ്? സുബഹിക്ക് മുമ്പ് എണീക്കാൻ. അപ്പോൾ അയാൾ പരിശ്രമിക്കണം. അത് അയാളുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. പുതിയൊരു സ്വഭാവം അയാളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു? പരിശ്രമിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ബാഹ്യമായ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആന്തരിക ലോകത്തുള്ള തവക്കുലിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ പരിശ്രമത്തിൻ്റെ ഘട്ടത്തിലാണുള്ളത്. യഥാർത്ഥ തവക്കുലിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് തവക്കുലിൻ്റെ വിഷയത്തിൽ സംശയം ഉണ്ടാവില്ല. തവക്കുൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, തവക്കുൽ ചെയ്താൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ ഒരു ഡൗട്ട് എന്ന് പറയുന്ന സാധനം ആ വിഷയത്തിൽ അയാൾക്ക് ഉണ്ടാവില്ല. നമുക്ക് അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ ധാരാളം സംശയങ്ങളുണ്ടാവും. എത്തിപ്പെടാതെ ഇല്ല, എനിക്ക് സംശയങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചും പോകും. അപ്പോൾ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളണം. നമ്മൾ ഏത് നിലയിൽ എത്തിയിട്ടുണ്ട് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? മുമ്പോട്ട് പോകേണ്ടത്. ഈ പറയുന്ന ഒന്നാം ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകൾ തന്നെ പറയുന്നത് ഫത്തവക്കുലു യസ്കുനു ഇലാ വഅദിഹി. അതായത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം, ആ വാഗ്ദാനത്താൽ എന്ത് ചെയ്തു? ശാന്തി ലഭിച്ച ആളുകൾ എന്നാണ് പറയുന്നത്. തവക്കുൽ ചെയ്യുന്ന യഥാർത്ഥ തവക്കുലിൻ്റെ അഹലുകാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം ശാന്തമാണ്. അള്ളാഹു കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ വാഗ്ദാനത്തിൽ അവരുടെ മനസ്സ് ശാന്തമാണ്. നമുക്ക് ഈ വാഗ്ദാനത്തിൽ എന്തില്ല? നമ്മുടെ മനസ്സ് ശാന്തമാവില്ല. നമുക്ക് നാളത്തെ അന്നത്തിൻ്റെ വിഷയം, നാളെ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്, പൈസ തീർന്നിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്യണം, കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്താലേ കിട്ടുകയുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ പട്ടിണിയായി പോകും എന്നുള്ള ഒരു വിശ്വാസത്തിലും ആ ഒരു രീതിയിലുമാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? നമ്മൾ ഈ പറയുന്ന അധ്വാനത്തിലേക്ക് ഇറങ്ങി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും വേണം. ഭൗതികമായ കാര്യങ്ങളോട് നമ്മൾ ഇടപെട്ടേ തീരൂ, അല്ലേ? ആത്മീയത എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ കഴിയില്ല. നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് ഭൗതികതയിൽ അന്തർലീനമായി കിടക്കുകയാണ്. ഇനി അതിൽ നിന്നും മോചനം കിട്ടിയിട്ട് യഥാർത്ഥ ആത്മീയതയിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ വന്ന് കിടക്കണം. അവിടെയും ജോലി ഒഴിവാക്കുക, അല്ലെങ്കിൽ കർമ്മം ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു ആത്മീയതയല്ല. അങ്ങനെ ഒരു ആത്മീയത എവിടെയില്ല. കർമ്മം ഓരോ രീതിയിൽ, ഇപ്പോൾ തവക്കുലിൻ്റെ മേഖലയിൽ അതിൻ്റെതായ കർമ്മമുണ്ട്, തസ്ലീമിൻ്റെ മേഖലയിൽ അവിടെ അതിൻ്റെതായ കർമ്മങ്ങളുണ്ട്, തഫ്വീദിൻ്റെ മേഖലയിൽ അവിടെ അതിൻ്റെതായ കർമ്മങ്ങളുണ്ട്. കർമ്മങ്ങൾ എവിടെയും എന്ത് ചെയ്യുന്നില്ല? ആളെ വിട്ടു മാറുന്നില്ല. ഏതെങ്കിലും രൂപത്തിൽ കർമ്മങ്ങൾ അയാളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ കർമ്മഫലം പ്രതീക്ഷിക്കുക, ഇതിലൊക്കെയുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന ശരീരത്തിൻ്റെ വളർച്ചയിൽ ആ നിയമങ്ങൾക്ക് കടുപ്പം കൂടുന്നത് പോലെ ആത്മീയമായ വളർച്ചക്കനുസരിച്ച് കടുപ്പം കൂടുള്ളൂ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു, ആത്മാവ് എന്ന് പറയുന്നത് വളരെ ചെറിയ കുട്ടിയുടെ അവസ്ഥയിലാണ് നമ്മുടെ ആത്മാവുള്ളത്. അപ്പോൾ ഈ ആത്മാവിനോട് എന്തെങ്കിലും കൽപ്പന പുറപ്പെടുവിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉസ്താദ്മാരോടൊക്കെ പോയിട്ട് പലപ്പോഴും ഇഖ്ലാസ് ഇല്ലാതെ ഇബാദത്ത് ചെയ്താൽ ശരിയാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ്മാർ എന്ത് പറയും? ഇഖ്ലാസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, കഴിഞ്ഞ പോലെ എന്ത് ചെയ്യുക? ഇബാദത്ത് ചെയ്യുക എന്ന് പറയും, അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ തവക്കുലിൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും വ്യക്തമായിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ തവക്കുൽ എങ്ങനെയായിരിക്കും? അതാണ് ഇപ്പോൾ വിഷയം. അപ്പോൾ നമ്മൾ നേരത്തെ ഷഹാദത്ത് കലിമയുടെ വിഷയം പറഞ്ഞില്ലേ? ഷഹാദത്ത് കലിമ എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന കർമ്മമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് കലിമ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞാൽ മതി. മനസ്സിലായ? എന്നാൽ അതിൻ്റെ ഷർത്തും പറഞ്ഞു അത് നീ അനുഭവിച്ചോ, നീ എന്തുകൊണ്ട് അങ്ങോട്ട് ഇതാക്കിയിട്ടില്ല എന്ന് അതിന് സമയം കിട്ടാതെ മരിച്ചുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ചോദ്യം. ഇപ്പോൾ ചെറിയ കുട്ടി മരിച്ചുപോയി, അവനോട് ശരീരത്തിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇല്ല എന്ന് പറയുന്നത് പോലെ. എന്നാൽ നമുക്ക് സമയം തന്നു അള്ളാഹു. നമുക്ക് 40 വയസ്സ് 50 വയസ്സ് 60 വയസ്സ് വരെയൊക്കെ അള്ളാഹു സമയം എന്നിട്ടും നമ്മൾ ഈ നിലയിൽ എത്തേണ്ട നിലയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ സമയം നീ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉണ്ടാവും. മനസ്സിലായി? അതിൽ നമുക്ക് ഒഴിഞ്ഞു പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മളിലുള്ള ആത്മാവിനെ നമ്മൾ ബാക്കിയുള്ള ഉപരിലോകം അല്ലെങ്കിൽ പ്രത്യക്ഷ ലോകം, ആ ലോകത്ത് നമ്മൾ പരിശ്രമിക്കുകയും ആ ലോകത്തുള്ള കാര്യങ്ങളുമായിട്ട് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച് അതിനു വേണ്ടി പ്രയത്നിക്കുന്നതിൻ്റെ ഒരു സമയം നമ്മൾ ആത്മീയതയിലേക്കും ആത്മാവിനെ കണ്ടെത്തുന്നതിലേക്കും അള്ളാഹുവിനെ അറിയുന്നതിലേക്കും വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നൽകിയ ആയുസ്സിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിലൊരു സംശയമില്ല. അതിൽ ഒരു എക്സ്ക്യൂസും അവിടെ നടക്കില്ല. ഇവിടെ നമുക്ക് പല എക്സ്ക്യൂസും പറയാം, അവിടെ അത് നടക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ
ഈ പറയുന്ന ഒന്നാം ഘട്ടമായ തവക്കുലിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം. ഷഹാദത്ത് കലിമയെ നമ്മൾ എന്താ നാവ് കൊണ്ട് വെളിവാക്കി പറയല്ലേ ചെയ്യുക, കൽബിൽ ഉറപ്പിക്കാൻ നാവ് കൊണ്ട് വെളിവാക്കി പറയാം. ഇതേപോലെ തവക്കുലിൻ്റെ വിഷയത്തിൽ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? എപ്പോഴും തവക്കൽതു അലല്ലാഹ് എന്നുള്ള ഈ വാക്ക് നമ്മൾ പറയണം. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴോ മറ്റെന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും, വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എല്ലാ സമയത്തും ഈ തവക്കുൽ നമ്മൾ പറയണം. തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറയുകയും എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താ? അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ എന്ത് കാര്യത്തിനാണോ നമ്മൾ ഇറങ്ങിയത്, ആ ഇറങ്ങിപ്പോയി ആ കാര്യത്തിൽ എന്ത് ഫലമാണോ നമുക്ക് ലഭിക്കുന്നത്. നമ്മളവിടെ ഇപ്പോൾ ഒരു ജോലിക്ക് പോവാണ്, ഓക്കെ, ഇപ്പോൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോകുന്നു. തവക്കൽതു അലല്ലാഹ്, കടമുണ്ട്, കടം വീടണം, അല്ലെങ്കിൽ വേറെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണം, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതിനുള്ള പൈസ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം മനസ്സിൽ ഉറപ്പിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ബരമേൽപ്പിച്ചു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇബാദത്ത് ചെയ്യാനോ ഇബാദത്തിൽ നിന്ന് അകന്നു നിൽക്കാനോ ഒന്നിനും അള്ളാഹുവിനെ കൂടാതെ ഒരു കഴിവും ഒരു സൃഷ്ടിക്കും ഇല്ല എന്നുള്ളത് മനസ്സിൽ എന്ത് ചെയ്യുക? ഉറപ്പിക്കുക. അതായത് ഈ ജോലി ചെയ്യാനും ഈ ജോലി ചെയ്യാതിരിക്കാനും നിനക്കെന്തില്ല? കഴിവില്ല. ഓക്കെ, അതേപോലെ ഈ ചെയ്യുന്ന ജോലിയുടെ വേതനം അത് ഈ മുതലാളി തരണമല്ലോ, തരാനും തരാതിരിക്കാനും അയാൾക്ക് സ്വന്തമായൊരു കഴിവ് ഇല്ല. അതേപോലെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം, അല്ലേ? അതാണല്ലോ ഇപ്പോൾ ആവശ്യം. ആ വിഷയത്തിലും ഇനി ഈ പൈസ കിട്ടിയെന്ന് വെക്കുക, നമ്മൾ പോയി പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്ത് തീർത്തു, മുതലാളി എന്ത് ചെയ്തു? പൈസ തരികയും ചെയ്തു. ഈ പൈസ നമ്മൾ ഉദ്ദേശിച്ച പോലെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ തന്നെ ഉപകാരപ്പെട്ടുള്ളന്നില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും അത്യാവശ്യം അതിൻ്റെ ഇടയിൽ വരും. അപ്പോൾ അതാ പറയുന്നത്, എല്ലാ വിഷയത്തിലും തവക്കുൽ എന്ത് ചെയ്യുക? അള്ളാഹുവിൽ വെക്കുക. ഇതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമ്മതിച്ചേക്കുക. അതേപോലെ രോഗത്തിൻ്റെ വിഷയം വന്നാലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ തവക്കുൽ ചെയ്യുക, തവക്കൽതു അലല്ലാഹ്. എന്നിട്ട് ആ പോകുമ്പോൾ അതിൽ ചികിത്സ എന്താണോ ഡോക്ടർ പറയുന്നത്, നിർദ്ദേശങ്ങൾ കേൾക്കുക, ഡോക്ടർ പറയുന്ന പഥ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പാലിക്കുക. അപ്പോഴും അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ഈ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യും? ശിഫയുണ്ടാകും, ചിലപ്പോൾ ശിഫ ലഭിച്ചില്ല എന്ന് വരും. ശിഫ തരുന്നവനും തരാതിരിക്കുന്നവനും എല്ലാം ആര് തന്നെയാണ്? അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്തുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ശിഫ തരില്ല, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം നടത്തി തരില്ല. കാരണം എന്താ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അതിനാൽ ഉണ്ടാവും. അത് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച് അള്ളാഹു നിന്ന് തരാതെ മാറ്റിവെക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുത്താൽ എന്തായിരിക്കും കഥ? കുട്ടികളുടെ ഉദ്ദേശത്തിനനുസരിച്ച്, കുട്ടികൾ പറയുന്നതിനനുസരിച്ച് എല്ലാം നിന്ന് കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ ഒരിക്കലും നിന്ന് കൊടുക്കാൻ പാടില്ല. കുട്ടികൾ ചിലപ്പോൾ നല്ലതും പറയും, ചീത്തയും പറയും. അതിൻ്റെ വരുംവരായികളൊന്നും നോക്കാതെ നമ്മളതിന് വഴിപ്പെട്ട് നിൽക്കാൻ പാടില്ല. അള്ളാഹു എന്ന് പറയുന്ന അല്ലാമുൽ ഗൈബാണ്, അദൃശ്യങ്ങളെല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഏറ്റവും ബെറ്റർ ചോയ്സ് അള്ളാഹുവിന് അറിയാം എന്താണ് ഇവന് കൊടുക്കേണ്ടത് എന്നുള്ളത്. കാരണം അള്ളാഹു ഒരു ഉമ്മാക്ക് കുട്ടിയോടുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ആ വലിപ്പം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ 100ൽ 1 ലോകത്തുള്ള മുഴുവൻ സർവ്വ മാതാപിതാക്കൾക്കും എല്ലാ സൃഷ്ടി ചരാചരങ്ങൾക്കും കൊടുത്തിട്ടുള്ള കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 1 ആ 1 ഉമ്മാക്ക് കുട്ടിയോട് എത്ര കാരുണ്യം ഉണ്ടാവും? ആ ഉമ്മ ഒരിക്കലും ഈ കുട്ടിക്ക് ഹൈറായ ഒരു കാര്യത്തെ തടയോ? ഒരിക്കലും ഇല്ല. എന്നാൽ അതിനേക്കാളും 99% ബാക്കിയോ 99% കാരുണ്യവും അള്ളാഹുവിൻ്റെ കയ്യിൽ. ഈ ഉമ്മാനേക്കാളും 99% എന്നല്ല, ലോകത്തുള്ള എല്ലാ ഉമ്മമാരുടെയും എല്ലാവരുടെയും കാരുണ്യം ഒരാളിലേക്ക് മേളിച്ചാൽ അത് എന്തൊരു കാരുണ്യമായിരിക്കും, ഇല്ലേ? എന്നാൽ അതിനേക്കാളും 99% കാരുണ്യം ആർക്കുണ്ട്? അള്ളാഹുവിൻ്റെ അരികിൽ ബാക്കിയുണ്ട്. ആ കാരുണ്യമാണ് അള്ളാഹു നമ്മളോട് കാണിക്കുന്നത്. സുബ്ഹാന മൻ സബഖത് റഹ്മതുഹു വഗലബഹു, സുബ്ഹാന മൻ അദ്ഹറൽ ജമീല വസതറൽ ഖബീഹ്. മനസ്സിലായി? അത് അവൻ്റെ കാരുണ്യമാണത്. ഓക്കെ, അപ്പോൾ അത്രയും കാരുണ്യമുള്ള അള്ളാഹുവിനോട് നമ്മൾ കാര്യങ്ങൾ വരമേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? സംശയം ഉണ്ടാവാൻ പാടില്ല, നമുക്കതിൽ എതിർപ്പുണ്ടാവാൻ പാടില്ല. എന്നാലും ഉണ്ടാവും. അതും കൂടി മനസ്സിലാക്കണം. ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്ത് ചെയ്യും? ആ ഡോക്ടറെ അടുത്ത് പോയി ഇത്രയും പൈസക്ക് മരുന്നെല്ലാം വാങ്ങി കഴിച്ചിട്ടും അസുഖം മാറിയിട്ടില്ലല്ലോ എന്നുള്ളിൽ നിന്ന് എന്ത് ചെയ്യും? കാരണം ഉള്ളിൽ കിടക്കുന്ന സാധനം എന്താണ്? ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും? എന്ന് പറഞ്ഞിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിയടാ, നമുക്ക് നീ തവക്കുൽ ചെയ്തതല്ലേ, ഉള്ളിലോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മളോട് സംസാരിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളോട് തന്നെ സംസാരിക്കാൻ പഠിക്കണം, സംസാരിക്കാൻ ശീലിക്കണം. അപ്പോൾ ഉള്ളിൽ നിന്ന് ഒരുത്തൻ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവനോട് ഇപ്പം മിണ്ടാതിരിക്കടാ, നമുക്ക് നീ അള്ളാഹുവിനോട് തവക്കുൽ ചെയ്തതല്ലേ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തതല്ലേ. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടോളൂ, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നടക്കുന്നത്, നീ അള്ളാഹുവിൻ്റെ വെറും കേവലം അടിമയാണ്, അത് നീ മനസ്സിലാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ തവക്കുലിൻ്റെ ഘട്ടങ്ങൾ പടിപടിയായി നമ്മൾ എന്ത് ചെയ്യണം? കടന്നു വരണം. ഇനി ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ് ഇവിടെ. ഇപ്പോൾ നിങ്ങൾക്ക് തവക്കുൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ഇനി ആ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങളൊന്നും വേണ്ട. നമ്മൾ തവക്കൽതു അലല്ലാഹ് എന്നുള്ളത് എപ്പോഴും എന്ത് ചെയ്യുക? സദാസമയവും നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മൾ എന്തെങ്കിലും ആഗ്രഹം വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുക. ഈ പറയുന്നത് ഉള്ളിലേക്ക് എന്ത് ചെയ്യും?
മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് കയറി പോകും. പിന്നെ ഈ തവക്കുൽ ശരിയാകാനുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന മുഅ്മിനീങ്ങളുടെ അടയാളമാണ് എന്ന് പറഞ്ഞല്ലോ തവക്കുൽ. അപ്പം മുഅ്മിൻ എന്നുള്ള ലെവലിലേക്ക് എങ്ങനെ എത്തിപ്പെടും? അതിൻ്റെ മുകളിലേക്ക് പിന്നെ പറയുന്നത് എന്താ? തസ്ലീമാണ്. തസ്ലീം എന്ന് പറയുന്നത് സിഫത്തുൽ ഔലിയ, ഔലിയാക്കളുടെ വിശേഷണമാണ്. ഔലിയാക്കൾക്കാണ് എന്ത് ചെയ്യുക? തസ്ലീം ഉണ്ടാവുക. തസ്ലീം എന്ന് പറഞ്ഞാൽ എന്താ? വസ്വാഹിബു തസ്ലീമി യക്തഫി ബിഇൽമിഹി. അള്ളാഹുവിന് കാര്യങ്ങൾ അറിയാം. എൻ്റെ കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. എൻ്റെ ഖൈർ, എനിക്ക് ഖൈർ എന്താണെന്ന് ആർക്കറിയാം? എന്നെക്കാളും നന്നായിട്ട് അള്ളാഹുവിനറിയാം. എനിക്ക് ഷർർ എന്താണെന്ന് എന്നെക്കാളും കൂടുതൽ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആ ഇൽമു കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് എന്ത്? ഒന്നാമത്തെ വിഭാഗം അള്ളാഹു ചെയ്ത വാഗ്ദാനം കൊണ്ട് തൃപ്തിപ്പെടുന്നവർ. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട് തൃപ്തിപ്പെടുന്നവർ. ഓക്കെ. മൂന്നാമത്തെ വിഭാഗം സ്വാഹിബു തഫ്വീൽ ഇർലാബി ഹുക്കുമിഹി. തഫ്വീലിൻ്റെ ആൾക്കാർ. തഫ്വീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ഹുക്കും, അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ ആ കൽപ്പന കൊണ്ട് തൃപ്തിപ്പെടുന്നവർ. അതായത് അള്ളാഹു എന്താണോ വിധിക്കുന്നത് ആ വിധിയിൽ തൃപ്തിപ്പെടുക. എന്താണോ അവരിൽ നടക്കുന്നത്, എന്താണോ അവരിൽ സംഭവിക്കുന്നത്, ആ നടക്കുന്നതിൽ അങ്ങോട്ട് തൃപ്തിപ്പെടില്ല. അവർക്ക് പിന്നെ പരാതികളും പരിഭവങ്ങളും ഒന്നും അള്ളാഹുവിനോട് പറയാനില്ല. നടക്കുന്നത് നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടുകൊടുത്തവരാണ് തവക്കുലിൻ്റെ എക്സ്ട്രീം ലെവൽ. ഈ മൂന്നാമത്തെ നിലയിലാണ് യഥാർത്ഥമായ തവക്കുൽ. ഇവരെ സംബന്ധിച്ചിട്ടാണ് സാബിഖൂന ഫിൽ ഖൈറാത്ത് എന്നൊക്കെ പറയുന്ന നന്മകളെ കൊണ്ട് മുൻകടന്നു പോയ ആളുകൾ. ആ നിലയിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? ആഗ്രഹിക്കേണ്ടത്. ശരീരത്തിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ടാകും. ശരീരത്തെ സൃഷ്ടിച്ചത് ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തിട്ടാണ് ശരീരത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ലക്ഷ്യം ഈ ഭൂമിയുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും, ദുനിയാവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക. ആത്മാവ് അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൽ ചെന്നെത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ എവിടെയാണോ ഉറവിടം, ആ ഉറവിടത്തിലേക്ക് ഏറ്റവും നന്ദിയുള്ളവനായും ഏറ്റവും നല്ല നിലയിലും അവിടെ പോയി എത്തി അതിൽ വിലയം പ്രാപിക്കുക എന്നുള്ളതുമാണ് ആത്മാവിൻ്റെ ലക്ഷ്യം. നമ്മളെപ്പോഴും ശരീരത്തിൻ്റെ ലക്ഷ്യം പരിഗണിക്കുകയും ശരീരത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയും ശരീരത്തിന് വേണ്ട ഗുണങ്ങളും അതിന് വേണ്ട കാര്യങ്ങളിലൂടെയും മാത്രം അതിൻ്റെ അഹലുകാരെയും അതിന് മാത്രം ഇമ്പോർട്ടൻ്റ് നൽകി ജീവിക്കുമ്പോൾ അനാഥമായി പോകുന്ന ഒരു സാധനമുണ്ട് ഇപ്പുറത്ത്. അതാണ് നമ്മുടെ ആത്മാവ്. ഈ ആത്മാവ് യത്തീമായി പോകും. മനസ്സിലായ? അപ്പോൾ അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് നമ്മൾ എപ്പോഴും അനുഭവപ്പെടുക? മരണത്തിന് ശേഷം. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ 60 വയസ്സ് 70 വയസ്സിലൊക്കെ നമ്മൾ മരിക്കുമ്പോഴേക്കും നമ്മൾ ഏതൊരു പ്രൊഫഷനിലാണോ ആ പ്രൊഫഷനിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ആവശ്യക്കാരനായിരുന്നു. നമുക്ക് ഒരുപാട് ബന്ധങ്ങളും സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ സ്ഥാനമാനങ്ങളുണ്ടായിരുന്നു. മരിക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഇതെല്ലാം പോയി. ഇനിയുള്ളത് എന്താ? ആത്മാവ് മാത്രം. ആത്മാവിൻ്റെ അവസ്ഥ എന്താ? ചെറിയ കുട്ടിയാണ്. ഇപ്പോൾ എന്താകും മരിച്ചു കഴിഞ്ഞാൽ? ഈ ഖബറിനകത്ത് അല്ലെങ്കിൽ ഈ ബർസഖിയായ ലോകത്ത് പിന്നെ ഈ ചെറിയ അനാഥനായിട്ടുള്ള ഈ ചെറിയ ഈ കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം നഷ്ടപ്പെട്ടു പോയില്ല. ജീവിതകാലത്ത് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ഈ ആത്മാവിനെ സംബന്ധിച്ച് ഒരു ഗുണവും ഇല്ലാതെയായി പോയാൽ ആ ആത്മാവിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ തന്നെ നിങ്ങളെ യത്തീമുകളാക്കി മാറ്റരുത്. മനസ്സിലായ? നിങ്ങൾ ഉടമകളായി മാറണം. ഏത്? ഈ ആത്മാവ് ഉടമയായി മാറണം. അല്ലെങ്കിൽ ആത്മാവ് ഉടമയായി മാറാന്ന് പറഞ്ഞാൽ ആത്മാവ് ഉടമയായി മാറുക എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട. ഇന്ന് നമ്മൾ പലതിൻ്റെയും അടിമയാണ്. എന്തിൻ്റെ? സമ്പത്തിൻ്റെ അടിമയാണ്. കാരണം നമ്മൾ സമ്പത്തിന് വേണ്ടി പണിയെടുക്കുന്നു, മക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്നു, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന്, സമൂഹത്തിന്. ഇതിൻ്റെയൊക്കെ അടിമയാണ് നമ്മൾ. ഇതിൻ്റെയൊക്കെ ഉടമയായിട്ട് ആത്മാവ് എന്ത് ചെയ്യണം? മാറണം. ഇതിൻ്റെയൊക്കെ ഉടമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാത്രം അടിമയാവുക. അള്ളാഹുവിൻ്റെ മാത്രം അടിമ ബാക്കി എല്ലാത്തിൻ്റെയും ഉടമയായി മാറും. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മറ്റു വീഡിയോകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ മതി. ആവശ്യം വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തവക്കുലിൻ്റെ അടുത്ത ഭാഗം കൂടി ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങളിലേക്ക് ധാരാളം വിഷയങ്ങൾ പറയാനുള്ളതുണ്ട്. ആ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ഘട്ടം ഘട്ടമായി കടന്നു പോകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരായ ആളുകളിൽ അള്ളാഹു നമ്മളെ അവൻ്റെ മഹദ് ഫളൽ കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.